ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് കുറച്ച് ടിപ്പുകളുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഞാൻ ഇന്നലെ കുറച്ച് അരി വെള്ളത്തിലിട്ടിരുന്നു. പക്ഷേ ഞാൻ ഇന്നലെ കറണ്ട് പോയതുകൊണ്ട് എനിക്ക് അരി അരയ്ക്കാൻ പറ്റിയില്ല. പിറ്റേ ദിവസം രാവിലെയാണ് എനിക്ക് അരയ്ക്കാൻ പറ്റിയത്. രാവിലെ എന്നാൽ അരച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കുതിർന്ന് കിട്ടുകയില്ല, പെട്ടെന്ന് പൊങ്ങി കിട്ടത്തില്ലല്ലോ. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് ഉണ്ടാക്കി കൊടുക്കുകയും വേണം. ഞാൻ രാവിലെ എഴുന്നേറ്റ് ഒരു 6 മണിയായപ്പോഴത്തേക്ക് ഞാനിത് അരച്ച് വെച്ച് ഞാൻ ഇതിനകത്തേക്ക് പെട്ടെന്ന് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചുമന്നുള്ളി 2 കഷ്ണം ചുമന്നുള്ളി ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടങ്ങ് ഇളക്കി ഒരു മണിക്കൂറിനുള്ളിൽ ഇത് നമുക്ക് പൊങ്ങി കിട്ടും. ഒറ്റ മണിക്കൂർ കൊണ്ട് ഈ അരച്ച മാവ് പുളിച്ച് പോകും, ഒന്നുമില്ല. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകാനായിട്ട് 8 മണിക്കാണ് പോകുന്നത്. ഞാൻ 6 മണിക്ക് അരച്ച് വെച്ചാൽ എനിക്കൊരു 7 മണി കഴിയുമ്പോഴത്തേക്ക് ഇതെടുത്ത് ചുട്ട് കൊടുക്കാൻ പറ്റും. ഇങ്ങനെ അടച്ചങ്ങ് വെക്കുക. ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് പൊങ്ങിക്കിട്ടും. നിങ്ങളിതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയേ. ഇത് പൊങ്ങി കഴിയുമ്പോൾ ഞാൻ കാണിക്കാം. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മാവ് നല്ല മയമായിട്ട് നല്ല മയത്തിൽ വന്നിട്ടുണ്ട്. കോരി ഒഴിച്ച് ചുട്ട് നോക്കാം. നോക്കിക്കോണേ, ഇത് എല്ലാം കുത്ത് വീഴ് കണ്ടോ. എല്ലാം കുത്ത് എല്ലാ ഭാഗങ്ങളിലും കുത്ത് വീഴാൻ തുടങ്ങി. ഇത് പൊങ്ങി വരുന്നുണ്ട്. പൊങ്ങിയ മാവ് പോലെ ചുട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇനി ആരെങ്കിലും അരി അരയ്ക്കാൻ മറന്നു പോയാൽ, അല്ലെങ്കിൽ അരി അരയ്ക്കാൻ പറ്റാതെ വരികയോ മറന്നു പോവുകയോ, അല്ലെങ്കിൽ കറണ്ടില്ലാതെ നമുക്ക് അരയ്ക്കാൻ പറ്റാതെ പോവുകയോ ചെയ്താൽ വിഷമിക്കണ്ട. അതുപോലെ വെള്ളം ഒഴിച്ച് ഇട്ട് പിറ്റേ ദിവസം രാവിലെ അരച്ചെടുത്ത മാവിനകത്ത് പുളിച്ച് പോകാതെ പൊങ്ങി കിട്ടാൻ ഇതുപോലെ ചെയ്താൽ മതി. അടിപൊളിയായിട്ട് പൊങ്ങി ചെയ്യുന്നല്ലോ. നല്ല സോഫ്റ്റായിട്ട് നല്ല മഴ ഒട്ടും പുളിക്കത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. നമ്മൾ റേഷൻ കടയിൽ നിന്നും കൂടുതലായിട്ടൊക്കെ പച്ചരി വാങ്ങുന്ന സമയത്ത് ഈ പച്ചരി വീട്ടിൽ കൊണ്ടുവന്ന് നമ്മളിങ്ങനെ വെച്ചേക്കും. അന്നേരം ഇതിനകത്ത് ചെള്ളും പുഴുവും ഒക്കെ കയറി നമുക്കിത് ഉപയോഗിക്കാൻ പറ്റാത്ത പോലെ ആയിത്തീരാറുണ്ട് ചില സമയങ്ങളിൽ. അപ്പോൾ നമ്മൾ ചെയ്യാനായിട്ട് നല്ലൊരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. ഇതുപോലെ 4-5 ഗ്രാമ്പു നമ്മുടെ ഈ പച്ചരി ഇട്ട് വെച്ചിരിക്കുന്ന പാത്രത്തിനകത്തേക്ക് ഇട്ട് ഇതുപോലെ ഇളക്കി അതിൻ്റെ അകത്ത് ഇട്ട് വെക്കുകയാണെങ്കിൽ ഒരു പുഴുവും വരാതെ നമുക്ക് ഇരിക്കും. കാരണം നമ്മളിതിനകത്തുള്ള പുഴു ഉള്ളതും കൂടെ ചത്തുപോകും. പിന്നെ പുഴുക്കളൊന്നും ഇതിനകത്ത് കയറുകയോ ചെള്ളൊന്നും കയറുകയോ ഒന്നും ചെയ്യില്ല. വളരെ നന്നായിട്ട് നല്ലതായിട്ട് ഈ പച്ചരി വെക്കാൻ പറ്റും. ഇതുപോലെ നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമുക്ക് വേറൊരു ടിപ്പും കൂടിയുണ്ട്. അരിയൊക്കെ കേടാവാതെ ചെള്ള് കയറാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വിനാഗിരിയാണ്. കുറച്ച് വിനാഗിരി ഇതുപോലെ ചെറിയൊരു ബൗളിനകത്ത് ഒഴിച്ച് ഒരു പാത്രത്തിൽ ഒഴിച്ചിട്ട് ഈ അരിയിട്ട് വെച്ചിരിക്കുന്ന ഡപ്പയുടെ അകത്ത് ഇറക്കി വെക്കണം. ഇങ്ങനെ ഇറക്കി വെച്ച ശേഷം അതിൻ്റെ മുകളിലുള്ള ആ മൂടി വെച്ച് നമ്മൾ അടച്ച് വെക്കണം. ഇങ്ങനെ അടച്ച് വെച്ച് കഴിയുമ്പോൾ ഒരു ചെള്ളും ഇതിനകത്ത് കയറിയാൽ ഇതിനകത്തുള്ള ചെള്ളും കൂടി ചത്ത് ആ ബൗളിനകത്ത് ആ വിനാഗിരിക്കകത്ത് വീഴുവാനിടയായിത്തീരും. ഇതിനകത്തുള്ള ബാക്കിയുള്ള ചെള്ളൊക്കെ ഇറങ്ങിപ്പോകും. ഇതിൻ്റെ സ്മെല്ല് അടിച്ചു കഴിയുമ്പോൾ എല്ലാ ചെള്ളും ഇറങ്ങിപ്പോകാനിടയാകും. ഇതുപോലെ നിങ്ങളെല്ലാവരും ചെയ്തു നോക്കണം. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇതുപോലെ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ നമ്മൾ കൂടുതലായിട്ട് പൊടിച്ച് വെക്കുന്ന സമയങ്ങളിൽ ഇതിങ്ങനെ നല്ല തണുപ്പുള്ള സമയങ്ങളൊക്കെ ആണെങ്കിൽ തണുത്തിട്ട് കട്ട കെട്ടി പൂത്ത് പോവുകയൊക്കെ ചെയ്യാറുണ്ട്.
ചില സന്ദർഭങ്ങളിൽ അങ്ങനെ സംഭവിക്കാറുണ്ട്. എന്നാൽ നമ്മൾ ഇത് പൂത്ത് പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇത് കായമാണേ, കായം ഇതുപോലെ ചെറിയൊരു കായം ഈ പാത്രത്തിൻ്റെ അകത്തേക്ക് ഇട്ട് ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇട്ടിങ്ങനെ ഒന്നിച്ചിളക്കി അതിനകത്ത് അങ്ങനെ ഇട്ട് വെച്ചിരുന്നാൽ മതി. അതുപോലെ ഇതിൻ്റെ മല്ലിപ്പൊടിക്കകത്തും മല്ലിപ്പൊടി ഉണ്ടെങ്കിൽ ആ മല്ലിപ്പൊടിയുടെ പാത്രത്തിൽ അതുപോലെ ഇങ്ങനെയുള്ളതായ മസാലപ്പൊടികൾ എല്ലാ മസാലപ്പൊടികളുടെയും അകത്ത് ഇതുപോലെ ചെറിയൊരു കഷ്ണം കായം ഇട്ട് ഇങ്ങനെ ഇളക്കി വെച്ചേക്കുകയാണെങ്കിൽ ഒരിക്കലും ഇത് കട്ട പിടിക്കുകയോ പൂത്തു പോവുകയോ ഒന്നും ചെയ്യത്തില്ല. എത്ര കാലങ്ങൾ വേണമെങ്കിലും ഇത് ഇങ്ങനെ തന്നെ ഇരുന്നോളും, ഒരു കേടും വരികയില്ല. ഇതിൻ്റെ ഈർപ്പം മുഴുവനും ഈ എന്താ പറയുക ഈ കായം വലിച്ചെടുക്കും. അപ്പം ഈ ടിപ്പ് എല്ലാവരും ചെയ്തു നോക്കണം. ഈ ടിപ്പുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം, പിന്നെ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.